ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ആഴ്ച റിലീസിനെത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമകളുടെ ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയധികം മലയാള സിനിമ ഒരാഴ്ച റിലീസ് എത്തുന്നത്. ഏകദേശം 9 ചിത്രങ്ങളാണ് ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയിട്ടുള്ളത്. ഈ ഒരു ചിത്രങ്ങളുടെ തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. ഒന്നാമത്തെ ചിത്രം ടു മെൻ ആർമി എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രത്തിൽ ഷാഹിൻ സിദ്ദിഖ്, ഇന്ദ്രൻസ് തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നിസാർ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആളാണ്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വൻ ഫ്ലോപ്പ് ആയിട്ട് മാറുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കാരണം ചിത്രത്തിന് കൊച്ചി പോലത്തെ മേജർ ടൗണിലടക്കം നമ്മൾ ബുക്ക് മൈ ഷോയിൽ ചെക്ക് ചെയ്തപ്പോൾ അവിടെ പോലും ചിത്രത്തിന് ഒരു തിയേറ്ററുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ചിത്രം ആദ്യ ദിനം തന്നെ വളരെ വിരലിലുണ്ടാവുന്ന തിയേറ്ററുകൾ മാത്രമാണ് റിലീസിൽ എത്തിയതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ ആഴ്ച റിലീസിൽ എത്തിയിരിക്കുന്ന രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കിയാൽ രാമനും ഖദീജയും എന്ന് പറയുന്ന സിനിമയാണ്. ഹരിശങ്കറും അപർണ ഹരി തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത്. ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന ദിനേഷ് പോച്ചുകാടാണ്. എന്തൊക്കെയാണ് ചിത്രം ആദ്യ ദിനം 1 ലക്ഷത്തിന് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രം സ്വന്തമാക്കിയിട്ടുള്ളൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ ആഴ്ച റിലീസ് എത്തിയിരിക്കുന്ന മൂന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാൽ ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന മലയാള സിനിമയാണ്. സണ്ണി വെയിൻ, ലുക്മാൻ അവറാൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത് നവാസ് സുലൈമാനാണ്. എന്തൊക്കെയാണ് ചിത്രം ആദ്യ ദിനം ഏകദേശം 2 ലക്ഷത്തിന് അടുത്തുള്ള ഒരു തുക മാത്രമാണ് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നാലാമത്തെ റിലീസ് നോക്കുകയാണെങ്കിൽ കാ എന്ന് പറയുന്ന ഒരു തെലുങ്ക് ചിത്രത്തിന്റെ മലയാളം ഡബ്ഡ് വെർഷനാണ്. ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലോട്ടെത്തി തെലുങ്കിൽ, അതായത് ആന്ധ്ര തെലങ്കാന ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറിയ ചിത്രമാണ് കാ എന്ന് പറയുന്ന സിനിമ. കിരൺ അബ്ബാറാമായിരുന്നു ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള വേഫാർ ഫിലിംസ് ചിത്രത്തിലെ മലയാളത്തിലെ റിലീസ് ഡിസ്ട്രിബ്യൂഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ആദ്യം ഏകദേശം 3 ലക്ഷം രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ച ചിത്രത്തിന് വരും ദിവസങ്ങളിൽ നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ആഴ്ച റിലീസ് എത്തിയിരിക്കുന്ന 5ാമത്തെ ചിത്രം നോക്കിയാൽ ഞാൻ കണ്ടതാ സാറേ എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രത്തിൽ ഇന്ദ്രജിത് സുകുമാരനും ബൈജുവാണ് കേന്ദ്ര കഥാപാത്രം എത്തിയിരിക്കുന്നത്. ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന വരുൺ ജി പണിക്കറാണ്. ചിത്രം ആദ്യ ദിനം ഏകദേശം 1 ലക്ഷത്തിന് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രം സ്വന്തമാക്കിയുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പിന്നെ ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയിരിക്കുന്ന 6ാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ കനി കുസൃതി കേന്ദ്ര കഥാപാത്രമെത്തിയ ആസ് വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമയാണ്. എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളും മികച്ച ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കി ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന പയൻ കബഡി എന്ന് പറയുന്ന ലേഡി ആണ്. എന്തൊക്കെയാണ് ചിത്രം നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ ദിന ചിത്രത്തിന് ഏകദേശം 2 മുതൽ 3 ലക്ഷം രൂപ വരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ആഴ്ച റിലീസ് എത്തിയിരിക്കുന്ന 7ാമത്തെ ചിത്രം നോക്കിയാൽ രാമുവിന്റെ മനേവികൾ എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. ബാലു ശ്രീധർ, ആതിര കെ ജയൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത്. ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന സുധീഷ് സുബ്രഹ്മണ്യമാണ്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററുകൾ മാത്രം സ്വന്തമാക്കിയ ചിത്രം ആദ്യ ദിനം 1 ലക്ഷത്തിനും താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമേ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അവിടെ പിന്നെ ഈ ആഴ്ച, അതായത് ഇന്നലെ തിയേറ്ററിലെത്തിയ മറ്റൊരു വമ്പ ചിത്രം എന്ന് നോക്കിയാൽ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. ബേസിൽ ജോസഫ്, നസ്രിയ നസീം തുടങ്ങിയവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായത്. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായത് MC ജിത്തിനായിരുന്നു. എന്തൊക്കെയാണ് ചിത്രം ആദ്യ ദിനം നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 1,40,00,000 രൂപയാണ് ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മികച്ച അഭിപ്രായങ്ങൾ നേടിയതുകൊണ്ട് തന്നെയാണ് ചിത്രം ഈ ആഴ്ച വലിയൊരു കളക്ഷൻ സ്വന്തമാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഈ ആഴ്ച വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഹലോ മമ്മി എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. ചിത്രത്തിൽ ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടെന്ന്. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായത് വൈശാഖ് ഏലൻസ് ആയിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച ദിവസം ചിത്രം ഏകദേശം 15 ലക്ഷം രൂപയും വെള്ളിയാഴ്ച ദിവസം ഇന്നലെ ചിത്രം ഏകദേശം 13 ലക്ഷം രൂപ സ്വന്തമാക്കി. 2 ദിവസം കൊണ്ട് ചിത്രം ഏകദേശം 28 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ഈ ആഴ്ച ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലോട്ടെങ്കിലും പകുതി ചിത്രങ്ങളും ആരും അറിയപ്പെടാതെ പോകുന്ന ചിത്രങ്ങളായിട്ട് മാറുമ്പോൾ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന നസ്രിയ ചിത്രം ഈ ഒരു വർഷത്തെ വിജയ് ചിത്രങ്ങളുടെ ഭാഗമാകാൻ പോകുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയും മിനിമം ഗ്യാരണ്ടി ഉള്ള സ്റ്റാർ ആയിട്ട് ബേസിൽ ജോസഫ് മാറിയിട്ടുണ്ട്. എന്തൊക്കെയും ഈ ഒരു വീക്കെൻഡിൽ തന്നെ ചിത്രം ഏകദേശം 5 മുതൽ 6 കോടി രൂപ വരെ ചിത്രം കളക്ട് ചെയ്യുന്നതാണ് ചിത്രത്തിന് അണിയറ പ്രവർത്തകർ അതോടൊപ്പം ട്രാക്കിംഗ് അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ചിത്രത്തിന് നല്ലൊരു ശനിയാഴ്ച തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ഈ ആഴ്ച ഏത് ചിത്രമായിരിക്കും ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.